ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അച്യുതൻ മീനാക്ഷിയുടെ ഓഫീസിൽ വന്ന് അവളോട് കയർത്ത് സംസാരിക്കുകയാണ്. ഇത് കേൾക്കുന്ന മീനാക്ഷിക്ക് വളരെ ദേഷ്യം വരും. അതെ, നിങ്ങളുടെ വീട്ടിലുള്ളവരെ വിളിക്കുന്ന ഭാഷയും വിളിച്ചുകൊണ്ട് എന്റെ അടുത്തേക്ക് വരരുത്. എടി പൊടി എന്നൊക്കെ നിങ്ങൾ വീട്ടിൽ ഉള്ളവരെ വിളിച്ചാൽ മതി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ മീനാക്ഷി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മേഡം എന്ന് വിളിക്കാം. ഇതിലേതെങ്കിലും അല്ലാതെ മറ്റെന്തെങ്കിലും പേരിൽ എന്നെ അഭിസംബോധന ചെയ്താൽ താൻ വിവരം അറിയും എന്ന് പറയാം. അത് കേൾക്കുന്ന അച്യുതൻ പറയും, എങ്കിൽ മേഡം ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾ കൃഷി യൂണിറ്റ് പണിതിരിക്കുന്നത് ഞങ്ങളുടെ ഉടമസ്ഥാവകാശമുള്ള ഭൂമിയില. 20 വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ ഞങ്ങളുടെ പേരിൽ പട്ടയം തന്ന ഭൂമിയില. അവിടെ എന്ത് ചെയ്യണമെന്ന് മേഡത്തിന്റെ കുടുംബം അല്ല തീരുമാനിക്കുന്നത്, ഞങ്ങളാ എന്ന് പറയണം. ഓക്കെ, നിങ്ങളുടെ പേരിൽ പട്ടയമുള്ള ഭൂമിയാണെങ്കിൽ അതിന്റെ രേഖകൾ നിങ്ങൾ എന്റെ മുന്നിൽ ഹാജരാക്കൂ. പിന്നെ ഒരു പ്രശ്നത്തിനും ഈ ഓഫീസിൽ നിന്ന് ഞാനോ എന്റെ സ്റ്റാഫുകളോ വരാൻ പോകുന്നില്ല. അല്ലാത്ത പക്ഷം അത് കൃഷിഭൂമി മാത്രമാണ്. കൃഷിഭൂമിയിൽ നിയമവിരുദ്ധമായി കൃഷി യൂണിറ്റ് പടുത്തുയർത്തിയത് നിങ്ങളും. അതിനെതിരെ ഞങ്ങൾക്ക് ആക്ഷൻ എടുത്തേ പറ്റൂ. ഇത് എന്റെ ജോലിയാ എന്ന് പറയാം. ഓ, ഞങ്ങളുടെ ഉടമസ്ഥാവകാശം ഉള്ള ഭൂമിയാണെന്ന് തെളിയിക്കാനുള്ള രേഖകളൊക്കെ ഇവിടെ എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നുണ്ടായിരിക്കും. അത് മേഡം തപ്പിയെടുത്ത് കണ്ടുപിടിച്ചാൽ മതി എന്ന് പറയാം. എടോ, അതെ, എന്റെ ആവശ്യമല്ല, അതൊക്കെ നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾക്ക് ആ രേഖകൾ ഹാജരാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എന്റെ ആറ്റിറ്റ്യൂഡ് മുന്നോട്ട് കൊണ്ടുപോവുകയേ ഉള്ളൂ. ആ ക്രഷർ യൂണിറ്റ് അവിടെ പ്രവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന്റെ ഓരോ ഇഷ്ടക്കെട്ടുകളും ഇടിച്ചു നിരപ്പാക്കും. ഉള്ള കാര്യം പറഞ്ഞപ്പം അത് ഉൾക്കൊള്ളാൻ തനിക്ക് പറ്റുന്നില്ല എന്ന് പറയണം. പെട്ടെന്ന് അച്യുതൻ ഒരു ഫോൺ വരികയാണ് കേട്ടോ. അച്യുതൻ ഫോൺ അറ്റൻഡ് ചെയ്യുക. അത് വക്കീലാണ്. എടോ വക്കീലെ, ഞാൻ അപ്പോൾ തിരക്കില്ല, ഞാൻ കുറച്ചു കഴിയുമ്പോൾ തന്നെ തിരിച്ചു വിളിക്കാം എന്ന് പറയാം. അപ്പൊ വക്കീൽ എന്തോ കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണെന്ന് അച്യുതന്റെ മുഖത്ത് നിന്ന് മനസ്സിലാക്കാം. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അച്യുതൻ നമ്മുടെ മീനാക്ഷിയുടെ മുന്നിൽ കാലിന്മേൽ കാലും കയറ്റി വെച്ചങ്ങ് ഇരിക്കുകയാണ്. അയാളുടെ ഇരിപ്പ് ഭാവമൊക്കെ കാണുന്ന മീനാക്ഷിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. താനിത് എന്ത് ഭാവിച്ച എന്ന് മീനാക്ഷി ചോദിക്കാം. മീനാക്ഷി മേഡം, എന്നാൽ കേട്ടോ, ഞങ്ങളുടെ ക്രഷർ യൂണിറ്റിന്റെ ഒരു ഇഷ്ടികക്കല്ല് പോലും ഇനി ഇളക്കിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. JCB പൊക്കി പിടിച്ചോണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാല് മേഡം വിവരം അറിയും. അതെ, ആ ഭൂമിക്ക് സ്റ്റേ ഓർഡർ ആയി. ഇനി അവിടെ മേഡത്തിന്റെ സ്റ്റാഫുകൾക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. അത് കേൾക്കുന്ന മീനാക്ഷി പറയും, ആയിക്കോട്ടെ, കോടതി നിയമങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട്. സ്റ്റേ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ആരും ഒരു പ്രശ്നത്തിനായിട്ട് അവിടേക്ക് വരത്തില്ല. പിന്നെ നിങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് അഹങ്കരിക്കേണ്ട. ഞങ്ങളെ പോലെ തന്നെയാ നിങ്ങളുടെ കാര്യം. ആ ക്രഷർ യൂണിറ്റ് എവിടെ പ്രവർത്തിപ്പിക്കാനോ അടുത്ത നടപടികൾ ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കില്ല. സ്റ്റേ ഓർഡർ കിട്ടിക്കിടക്കുന്ന ഒരു ഭൂമിയിൽ ഉടമസ്ഥന് യാതൊരുവിധ ക്രയവിക്രയങ്ങളും നടത്താൻ സാധിക്കില്ല എന്ന് കൃഷ്ണമംഗലത്തെ അച്യുതൻ സാറിന് അറിയത്തില്ലേ എന്ന് ചോദിക്കണം. അതുകൊണ്ട് ഒത്തിരി കണ്ടങ്ങ് അഹങ്കരിക്കേണ്ട. ഇനിയിപ്പം കോടതി നിയമത്തിന് വിരുദ്ധമായി നിങ്ങൾ അവിടെ എന്തെങ്കിലും നടത്തിപ്പ് നടത്തുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി ഞങ്ങൾ ആക്ഷൻ എടുക്കുകയും ചെയ്യും. അത് മാത്രമല്ല, ഈ സ്റ്റേ ഓർഡർ എന്ന് പറയുന്നത് നിയമത്തിന്റെ അവസാന വാക്കൊന്നും അല്ലല്ലോ. അതിന് മുകളിൽ അപ്പീൽ കൊടുക്കാവുന്ന കാര്യമൊക്കെ അച്യുതൻ സാർ അങ്ങ് മറന്നുപോയോ? ഇതിന് മുകളിൽ സ്റ്റേ ഓർഡറിന് മേൽ അപ്പീലിനുള്ള വകുപ്പുകൾ ഉടനെ തന്നെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ അച്യുതൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ചാടിത്തുള്ളി അവിടെ അങ്ങോട്ട് പോവാ. ഇതേ സമയം നമ്മുടെ ആനന്ദിനെ കാണാനായിട്ട് ഉദയഭാനു നോക്കി നിൽക്കുക. ആനന്ദാണെങ്കിൽ കുടിച്ചിട്ടൊക്കെ ആട്ടോ വരുന്നത്. അത് കാണുന്ന ഉദയഭാനുവിന് ആകെ സങ്കടം തോന്നുക. മോനെ എന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുക. മോനോ? അല്ല, ആരിത്? ഉദയഭാനു സാറോ? സാറ് ആഫ്രിക്കയിലെങ്ങോ പോയിരിക്കുകയാണെന്നാണല്ലോ കരക്കമ്പി. അതോ മൗറേഷ്യയിലോ? എന്നാ ഇന്ത്യയിലേക്ക് ലാൻഡ് ആയത് എന്ന് ചോദിക്കാം. മോനെ, ശവത്തിൽ കുത്തല്ലേടാ എന്ന് ഉദയഭാനു പറയാ. ഓ, ഉദയഭാനു സാറിനപ്പം നാണമൊക്കെ വരുമല്ലേ? മറ്റുള്ളവരുടെ മേൽ കള്ളം പറഞ്ഞും അപമാനിച്ചും ജീവിക്കലാണല്ലോ ഉദയഭാനു സാറിന്റെയും മകളുടെയും ഇഷ്ടം എന്ന് ചോദിക്കാം. മോനെ, എന്നെ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ മോളെ ദയവ് ചെയ്ത് കുറ്റക്കാരി ആക്കരുത് എന്ന് പറയാ. നിങ്ങളുടെ മോള് എത്രയും വേഗം മോളെ വിളിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ നോക്ക്. അല്ലെങ്കിൽ ആ ദിവസം വിദൂരമല്ല, ഞാൻ തന്നെ നിങ്ങളെ മോളെ ദേവമംഗലത്തിൽ നിന്നും കൊണ്ടുപോയി വീട്ടിലാക്കും എന്ന് പറയണം. എന്തൊക്കെയാ മോനെ ഈ പറയുന്നത്? മോനും ദേവമംഗലവും ഇല്ലാതെ എന്റെ മോള് ഒരു നിമിഷം പോലും ജീവിക്കില്ല. അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് എന്റെ മോള് കാരണമൊന്നുമല്ല, അത് വിധിയാ മോനെ എന്ന് പറയണം. നിങ്ങളുടെ മകൾക്ക് അല്ലെങ്കിലും എല്ലാം വിധിയാണല്ലോ. കള്ളങ്ങൾ ചെയ്തു കൂട്ടാൻ അച്ഛന്റെ കൂടെ നിൽക്കും, എന്നിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കും. എന്റെ കുഞ്ഞിന്റെ കാര്യത്തിലും അത് തന്നെ ഉണ്ടായത്. ഒരു 100 തവണ അവളോട് ഞാൻ പറഞ്ഞതാ നന്നായിട്ട് ശ്രദ്ധിക്കണോന്ന്. എന്നിട്ട് എന്റെ വാക്കുകൾ പോലും കേൾക്കാതെ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് അവൾ ഒറ്റ ഒരുത്തിയാ എന്ന് പറയാം. അവിടെ എന്റെ വീട്ടിൽ അവൾക്ക് എന്ത് കുറവുണ്ടായിട്ടാ അവൾ എന്റെ കുഞ്ഞിനെ പോലും ശ്രദ്ധിച്ചില്ല എന്ന്
പറയണ. ഇത് കേൾക്കുന്ന ഉദയഭാനു പറയും, മോനെ, ലോകത്തുള്ള ഒരു അമ്മമാർക്കും സ്വന്തം കുഞ്ഞിനോട് അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയാം. മറ്റുള്ള അമ്മമാർ അങ്ങനെ ചെയ്യില്ല, പക്ഷെ അത് ഫ്രോഡ് ഉദയഭാനുവിന്റെ മകളായ ദേവി ഇതല്ല, ഇതിനപ്പുറവും ചെയ്യും. നിങ്ങളാണല്ലോ അവളുടെ കാണപ്പെട്ട ദൈവം. നിങ്ങൾ ചെയ്തതും കാണുന്നതും കണ്ടല്ലേ അവള് വളർന്നത്. കള്ളത്തരങ്ങൾ മാത്രം ചെയ്ത് ശീലിച്ചവർക്ക് അതേ മുന്നോട്ട് ചെയ്യാൻ സാധിക്കൂ എന്ന് പറയാണ്. മോനെ, ദേവി ചെയ്ത് ഇങ്ങനെയൊന്നും പറയല്ലേടാ, എന്റെ മോൾക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന് പറയാം. ഓ, അടുത്ത അടവുമായിട്ട് നിങ്ങൾ എന്റെ മുന്നിൽ ഇറങ്ങിയിരിക്കുവാണല്ലേ എന്നപ്പോ ചോദിക്കുക, ഞാൻ നിന്റെ കാല് പിടിക്കാം എന്നും പറഞ്ഞ നമ്മുടെ ആനന്ദിന്റെ കാല് പിടിക്കാനായിട്ട് തുടങ്ങുക. ദേ, എന്റെ കാലിലെങ്ങാനും നിങ്ങൾ തൊട്ട വിവരം അറിയും എന്നും പറഞ്ഞ ആനന്ദ് മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ആനന്ദ് സംസാരിക്കുമ്പോൾ മദ്യത്തിന്റെ രൂക്ഷമായ ഗന്ധം വരുമ്പോൾ ഉദയഭാനു മുഖം വായും മൂക്കൊക്കെ പൊത്തുക. അധികം വായും മൂക്കൊന്നും പൊത്തണ്ട, ഞാൻ മദ്യപിച്ചിട്ടുണ്ട്, ഇനി ഇതൊരു ശീലമാക്കാനാ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ കുഞ്ഞില്ലാതെ ആ വീട്ടിലേക്ക് എനിക്ക് കയറി ചെല്ലാൻ പോലും തോന്നുന്നില്ല. നിങ്ങളുടെ മോൾ ഒറ്റ ഒരുത്തേ കാരണം. എത്രയും വേഗം നിങ്ങളുടെ മകളെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ തന്നെ കൊണ്ട് ആക്കി തരാം എന്ന് പറയണം. മോനെ, അങ്ങനത്തെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേടാ, നീയും ദേവമംഗലവും ഇല്ലാതെ അവള് ആത്മഹത്യ ചെയ്യും എന്ന് പറയാം. ഓ, എന്ത് നല്ല അഭിനയം. ഇത്രയും കാലം ഞാനും ദേവമംഗലം ഒന്നും ഇല്ലാതല്ലേ അവള് കല്യാണത്തിന് മുന്നേ ജീവിച്ചത്. ഇനിയും അങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി. എന്തെങ്കിലും ഫ്രോഡ് തരം കാണിച്ച് വേറെ ഏതെങ്കിലും കുടുംബത്തെ മകളെ കെട്ടിച്ചു വിടാൻ തനിക്ക് നല്ല കഴിവല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് വണ്ടി എടുത്തങ്ങ് പോവാണ് കേട്ടോ. ഉദയഭാനു എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ നെഞ്ചു തകർന്ന് നിൽക്കുകയാണെ. ഇതേ സമയം ബാലൻ വീട്ടിലെല്ലാവരെയും കൊണ്ട് ഫോട്ടോ ഒക്കെ ചെറുക്കന്റെ കാണിക്കുക. അത് കാണിക്കുന്ന ഗോമതി പറയും, ഇത് നല്ല ചെറുക്കനാ, കാണാനൊക്കെ തിരക്കേടില്ല. ബാലേട്ടൻ പറഞ്ഞ പോലെ ബാങ്കിൽ ജോലിയുണ്ടല്ലോ, എനിക്ക് കേട്ടിട്ട് നല്ലൊരു കുടുംബം ആലോചനയായിട്ടാ തോന്നിയത് എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോ ആകാശ് അമ്മയുടെ കയ്യിൽ നിന്ന് ഫോട്ടോ മേടിക്കുക. എന്നിട്ട് ഇങ്ങനെ നോക്കുക. അപ്പൊ ആര്യനും ധർമ്മനും ഒക്കെ ഫോട്ടോ നോക്കുക. ഫോട്ടോ കണ്ടിട്ട് പയ്യൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇച്ചിരി പ്രായക്കൂടുതൽ തോന്നുന്നുണ്ടോ എന്നൊരു സംശയം. അനു ചെറുപ്പമല്ലേ, ഇയാൾക്ക് അല്പം പ്രായമുള്ളതായിട്ട് തോന്നുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോൾ ബാലൻ പറയും, അത് പ്രായക്കൂടുതലൊന്നും അല്ല, അല്പം പക്വത തോന്നുന്നതാ. അനുവായിട്ട് വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞതാ. പിന്നെ അല്പം പക്വതയൊക്കെ ഉള്ളത് നല്ലതാ, കുടുംബം നന്നായിട്ട് നോക്കിക്കൊണ്ട് പോകാൻ പക്വത നല്ല കാര്യം തന്നെയാ എന്ന് പറയണം. അപ്പൊ ആകാശ് പറയും, അല്ല, ഫോട്ടോയിൽ പ്രായം തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ, അല്ലാതെ വേറൊന്നും അല്ല എന്ന് പറയണേ. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന മിത്രയ്ക്കും മീനുവിനും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ മീനു ബാലനോട് ചോദിക്കും, അച്ഛാ, ഇപ്പൊ എടിപിടിയുന്ന പെട്ടെന്ന് ഒരു ആലോചന നടത്തേണ്ട കാര്യമുണ്ടോ? അവള് പഠിച്ചോണ്ടിരിക്കുവല്ലേ എന്ന് ചോദിക്കുക. അതെന്താ അങ്ങനെ ഒരു സംസാരം എന്ന് അപ്പൊ ബാലൻ ചോദിക്കണം. ഇത് കേൾക്കുന്ന ധർമ്മം പറയും, അളിയ, മീന് വേറൊന്നും അല്ല ഉദ്ദേശിച്ചത്. അവള് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ, അവളുടെ കോഴ്സ് തീരാൻ അധിക ദിവസങ്ങളും ഇല്ല. അതുകൊണ്ട് അവളുടെ കോഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ജോലിയൊക്കെ ആയിട്ട് കല്യാണം കഴിച്ചു വിടുന്നതല്ലേ നല്ലത് എന്നാ മീന് ചോദിച്ചതിന് അർത്ഥം എന്ന് പറയാം. അപ്പൊ മീന് പറയും, അതെ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അവക്ക് ഒരു ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നിന്നിട്ട് കല്യാണം കഴിക്കുന്നതല്ലേ നല്ലതച്ഛ, അത്രേ ഞാനും ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയണ. വേണ്ട, ആരെന്തൊക്കെ പറഞ്ഞാലും ഇനി അവളുടെ കല്യാണം വെച്ച് നീട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എത്രയും വേഗം അവളുടെ കല്യാണം നടത്തണം. അല്ലെങ്കിൽ ഈ രൂപി കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടായാൽ അത് ഞാൻ സഹിക്കില്ല. ഇപ്പം ആരും അറിയാതെ ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അവസാനിച്ചു. ഇനിയും അവൾ ഈ തെറ്റ് ആവർത്തിക്കില്ലെന്ന് ആർക്കാ ഉറപ്പുള്ളത്? ആ ചെറുക്കന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോകുന്നതിന് മുന്നേ ഏതെങ്കിലും നല്ലൊരുത്തന്റെ കൂടെ അവളെ കെട്ടിച്ചു വിടണം. എനിക്കെന്റെ കുടുംബത്തിന്റെ അഭിമാനം തന്നെയാ വലുത്. ഇത്രയും കാലം കഷ്ടപ്പെട്ട് ബാലൻ പടുത്തുയർത്തിയതാ ഈ കുടുംബവും അഭിമാനവും ഒക്കെ. അത് ഒരു നിമിഷം കൊണ്ട് അവളുടെ പ്രവൃത്തി കൊണ്ട് ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണ കേട്ടോ. ബാലന്റെ ആ തീരുമാനത്തിന് മുന്നിൽ എന്തു പറയണമെന്നറിയാതെ എല്ലാവരും പരസ്പരം നോക്കുക. ആര്യം വീണ്ടും പറയും, അച്ഛാ, എങ്കിലും അവളുടെ കോഴ്സ് കഴിയാൻ ഇനി അധിക ദിവസങ്ങൾ ഇല്ലല്ലോ അച്ഛാ, അതിനുശേഷം പോരെ ഒരു വിവാഹാലോചനയൊക്കെ. എടിപിടിന്ന് ഒന്നും നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് പറയാം. അവളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അവൾ ഇനി ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പ് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന എല്ലാവരും തല കുനിച്ചു നിൽക്കാണ്. അല്ല, അങ്ങനെ ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിലും ഞാൻ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇതിനേക്കാൾ വലിയ ഉറപ്പുകളും വിശ്വാസവും തന്നവൾ അവൾ എനിക്ക്. എന്നിട്ട് എന്നോട് അതൊന്നും പാലിക്കാൻ അവൾക്ക് സാധിച്ചില്ലല്ലോ. അതുകൊണ്ട് ഈ കല്യാണാലോചനയായിട്ട് ഞാൻ മുന്നോട്ട് പോകും, ആരെന്റെ കൂടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ന് പറയാണ് കേട്ടോ. ബാലൻ അങ്ങനെ തീർത്തു പറയുമ്പോൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ പരസ്പരം നോക്കി നിൽക്കുക എല്ലാവരും. ഇതേ സമയം നമ്മുടെ ആനന്ദ പതിയെ ആടി ആടി അകത്തേക്ക് കയറി വരികയാണ്. അല്ല, ഇതെന്താ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം? എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നോ എന്ന് ചോദിക്കും ആനന്ദ്. അത് കേൾക്കുമ്പോൾ ഗോമതി പറയും, എടാ മോനെ ആനന്ദ്, നമ്മുടെ അനുമോൾക്ക് ഒരു ആലോചന വന്നിട്ടുണ്ടടാ. ദേ,
ഇതാ പയ്യന്റെ ഫോട്ടോ എന്ന് പറയും. അപ്പൊ ധർമ്മം പറയും, മോളെ മിത്ര, നീ അത് അവനെ കാണിച്ചു കൊടുത്തേ എന്ന് പറഞ്ഞ് മിത്ര നമ്മുടെ ആനന്ദിനെ ഫോട്ടോ കാണിക്കാനായിട്ട് അടുത്തേക്ക് വരികയാണ്. അപ്പൊ മിത്രയെ കൈകൊണ്ട് തടയും. ഓഹോ, എല്ലാവരും ഇത്ര വേഗം എല്ലാ കാര്യങ്ങളും മറന്നല്ലേ? ഇതൊരു മരണം നടന്ന വീടല്ലേ അച്ഛാ? എന്റെ കുഞ്ഞു മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ഇത്ര വേഗം ഇവിടെ സന്തോഷ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് ആനന്ദ് ചോദിക്കുക. അത് കേൾക്കുന്ന ഗോമതിയും ബാലനും മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. ഹോ, ആ കുഞ്ഞ് എന്റെ മാത്രമായിരുന്നല്ലോ അല്ലേ? എനിക്ക് മാത്രമാണല്ലോ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഞാൻ മാത്രമേ അവനെ സ്നേഹിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ആർക്കും എന്റെ കുഞ്ഞിനോട് യാതൊരു സ്നേഹവും ഉണ്ടായിരുന്നില്ലെന്ന് എനിക്ക് ഈ പ്രവൃത്തിയോട് കൂടി മനസ്സിലായി. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനൊരു തീരുമാനം എടുക്കുമായിരുന്നോ? എന്റെ കുഞ്ഞിന്റെ ആത്മാവിന് പോലും മോശം കിട്ടാത്ത രീതിയിലുള്ള പ്രവൃത്തികളല്ലേ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുക. നീ എന്തൊക്കെയാ മോനെ ആനന്ദ ഈ പറയുന്നേ എന്ന് ഗോമതി ചോദിക്കാണ്. വേണ്ടമ്മേ, നിങ്ങൾ ആരും ഇല്ലാത്ത സ്നേഹം ഉണ്ടെന്ന് ഇനി സ്ഥാപിക്കാൻ നോക്കണ്ട. എനിക്ക് മാത്രമാ നഷ്ടം. എനിക്ക് ആ കുഞ്ഞിന്റെ കരച്ചില എന്റെ ചെവിയിൽ എപ്പോഴും കേൾക്കുന്നേ. ഒന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. അത് എന്റെ മനസ്സില് എനിക്ക് എന്റെ കുഞ്ഞ് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാനൊന്ന് മുഖം കാണാത്ത കയ്യിലെടുക്കാത്ത ആ കുഞ്ഞ് മരിച്ചെങ്കിലും അത് എന്റെ കുഞ്ഞായിരുന്നില്ലേ അമ്മേ എന്ന് ചോദിക്കാണ്. നിങ്ങൾക്കെല്ലാവർക്കും മാസങ്ങൾ മാത്രം വളർച്ചയുള്ള ഒരു കുഞ്ഞ് കാണാത്തതായതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹമൊന്നും തോന്നുന്നില്ലായിരിക്കാം. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. ഓരോ നിമിഷവും എന്റെ കുഞ്ഞിന്റെ ഓർമ്മയിലാ ഞാൻ ജീവിക്കുന്നത്. എനിക്കൊന്ന് സമാധാനത്തിന് കിടക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ആർക്കും എന്റെ കുഞ്ഞിനോട് ഒരു സ്നേഹവും ഉണ്ടായിരുന്നില്ലല്ലേ എന്ന് വീണ്ടും പറയണം. അപ്പൊ ആകാശും ആര്യനും ധർമ്മനോട് അടുത്തേക്ക് വരിക. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? അനുവിന് ഒരു നല്ല ആലോചന വന്നപ്പം അളിയൻ അതിനെപ്പറ്റി സംസാരിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ നിന്റെ വേദനകൾ ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ലെന്നാണോ നീ കരുതുന്നത്? അപ്പൊ ആകാശ് പറയും, ആനന്ദേട്ട, കഴിഞ്ഞു പോയ കാര്യത്തെ ഓർത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ വിഷമിപ്പിച്ചാൽ അത് വിഷമം ഇരട്ടിക്കാനേ വഴിതിരിക്കൂ. ആനന്ദേട്ടൻ അതിൽ നിന്നൊക്കെ പുറത്തു കടക്കാൻ ശ്രമിക്കുക എന്ന് പറയാം. ആര്യനും പറയും, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു ആനന്ദേട്ട. നമുക്ക് ആ കുഞ്ഞ് ഇത്രേ വിധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് കരുത്. നമ്മൾ ഓരോരുത്തരും ഒത്തിരി ആഗ്രഹിച്ചതാ. പക്ഷെ വിധി നമ്മളിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തു. അത് ആരുടെയും കുറ്റമല്ല. അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ആനന്ദേട്ട എന്ന് പറയണ. എനിക്കതിന് കഴിയുന്നില്ലടാ. എനിക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ആർക്കും എത്ര വേഗം അത് മറക്കാനായിട്ട് സാധിക്കും. പക്ഷെ എനിക്ക് എന്റെ കാര്യം അങ്ങനെയല്ല. ഞാൻ ആ കുഞ്ഞിന്റെ അച്ഛനാ. ഞാൻ ഓരോ നിമിഷവും എന്റെ കുഞ്ഞ് ജനിക്കുന്നതും കാത്തിരുന്ന ഒരു അച്ഛൻ. എനിക്കതിന്റെ നഷ്ടം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്താണ് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ ആനന്ദ് അകത്തേക്ക് കയറി പോവാണ്. ആനന്ദ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോ ഗോമതിക്ക് ഒരുപാട് സങ്കടം വരിക. അപ്പൊ ബാലൻ പറയും, ആനന്ദ് പറഞ്ഞതൊന്നും ആരും കണക്കാക്കണ്ട. അവന്റെ മനസ്സിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞതാ. പിന്നെ സത്യാവസ്ഥയും അവൻ അറിയില്ലല്ലോ എന്ന് പറയണ. അതുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞതോർത്ത് ആരും വിഷമം. ഞായറാഴ്ച ചെറുക്കനും വീട്ടുകാരും അനുവിനെ കാണാൻ വരുന്നുണ്ട്. അവർക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ട ഞാൻ ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോകും. ആരെതിർത്താലും എനിക്കവിടെ എന്റെ തീരുമാനം നടപ്പാക്കിയേ പറ്റൂ. ഈ കുടുംബത്തിന്റെ അന്തസ്സ് കവിഞ്ഞ് ഞാനിപ്പോ ഒന്നും ചിന്തിക്കുന്നില്ല എന്ന് ബാലൻ തീർത്തു പറയാണ്. ആനന്ദിന്റെ വിഷമം അതൊക്കെ നമുക്ക് പതിയെ മാറ്റിയെടുക്കാമെന്ന് പറയാണ് കേട്ടോ. ഇതേ സമയം ദേവി റൂമിൽ കിടക്കുവാണ്. അപ്പൊ ആനന്ദ് റൂമിലേക്ക് ആടി വരുന്ന കാണുന്ന ദേവി ചാടി എഴുന്നേക്കും. ഓ, മഹാറാണി ഇവിടെ ഉണ്ടായിരുന്നോ? നീയല്ലേ നിന്റെ ഫ്രോഡ് തന്തയെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് എന്ന് ചോദിക്കാം. അയാളുടെ ഒരു ഭാവാഭിനയം. മകളെ ഒന്നും ചെയ്യല്ലേ, മകളെ ഞാൻ ഉപേക്ഷിക്കല്ലേ എന്നും പറഞ്ഞ് എന്റെ കാല് വീഴാൻ തുടങ്ങുമായിരുന്നു നിന്റെ തന്ത എന്ന് പറയൂട്ടോ. അത് കേൾക്കുന്ന ദേവി പറയും, എന്റെ ആനന്ദേട്ട, അച്ഛൻ കാണാൻ വന്നിരുന്നു ആനന്ദേട്ടനെ. ഞാൻ അറിഞ്ഞില്ല. ഓ, ഒരു ഇള്ള കുഞ്ഞ്, ഒന്നും അറിയത്തില്ലല്ലോ നിനക്ക്. അച്ഛൻ പറയുന്ന അനുസരിച്ച് അഭിനയിക്കുന്ന മകളല്ലേ നീ, എന്നിട്ട് കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ അത് ഞാൻ വിശ്വസിക്കണമല്ലേ എന്ന് ചോദിക്കാം. അപ്പൊ പറയും, ആനന്ദേട്ട, സത്യമായിട്ടും ഞാൻ അറിഞ്ഞില്ല അച്ഛൻ വന്ന കാര്യം. പിന്നെ എപ്പോഴും എന്റെ അച്ഛനെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ ആനന്ദേട്ട എന്ന് പറയാം. അയ്യോ, പിന്നെ കുറ്റപ്പെടുത്താതിരിക്കാൻ വളരെ നല്ല കാര്യങ്ങൾ ചെയ്ത ആളാണല്ലോ നിന്റെ അച്ഛനും നീയും. നിന്റെ ഫ്രോഡ് അച്ഛന്റെ അഭിനയം എന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും മുന്നില് വീഴും. അവരൊക്കെ വിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ ഈ ആനന്ദ് വിശ്വസിക്കില്ല. നീയും നിന്റെ അച്ഛനും പല പഠിച്ച കള്ളിയും കള്ളനുമാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛന് കുറച്ച് കുബുദ്ധി ഉണ്ടെന്നും കരുതി ഇങ്ങനൊന്നും പറയല്ലേ ആനന്ദേട്ട എന്ന് ദേവി പറയും. എന്തൊക്കെ ചെയ്താലും എന്റെ അച്ഛൻ അല്ലാതെ ആകില്ലല്ലോ. എന്റെ അച്ഛൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടി. അതൊക്കെ നിവൃത്തികേട് കൊണ്ടാ, അല്ലാതെ പിന്നെ നിവൃത്തികേട് സ്വാർത്ഥത എന്ന് പറ. സ്വന്തം ജീവിതം എങ്ങനെയെങ്കിലും കരപറ്റിക്കാനുള്ള സ്വാർത്ഥതയിൽ മറ്റുള്ളവരെ ബലിയാടാക്കുന്നതിന് നീ നിവൃത്തികേടൊക്കെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുക. എന്റെ അച്ഛൻ സ്വാർത്ഥന, ഞാൻ സമ്മതിച്ചു തരുന്നു ആനന്ദേട്ട. പക്ഷെ എന്റെ അച്ഛനെ എന്റെ എടുത്തു വെച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് കേട്ടു നിൽക്കാൻ ഒരു മകളെന്ന നിലയിൽ എനിക്ക് സാധിക്കില്ല എന്ന് പറയണോ. ഓ, അച്ഛനെ പറഞ്ഞപ്പം പുന്നാര മോൾക്കങ്ങ് പൊള്ളി. അല്ലെങ്കിലും രണ്ടുപേരും ഫ്രോഡുകളാണല്ലോ എന്ന് പറയാണ്. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് എന്റെ മുന്നിൽ വന്നു നിന്ന് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നടി എന്ന് അപ്പൊ ആനന്ദ്
ദേവിയോട് ചോദിക്കുക, ആനന്ദേട്ട ഒരു 100 തവണ ഞാൻ പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. വീണ്ടും വീണ്ടും ആനന്ദേട്ടൻ ഇത് തന്നെ ആവർത്തിക്കല്ലേ എന്ന് പറയണ. എന്റെ അച്ഛനെയും എന്റെ മുൻപിൽ വെച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ ആനന്ദേട്ട എന്ന് പറയണേ. പെട്ടെന്ന് നീ എന്തു പറയുന്നടി എന്നും പറഞ്ഞ ആനന്ദ് ദേവിയെ തല്ലാനായിട്ട് കൈ ഓങ്ങുക. അത് കണ്ടുകൊണ്ട് മീനും മിത്രയും കൂടി കയറി വരിക. അപ്പം മീൻ ചോദിക്കും, ആനന്ദേട്ടാ എന്തായി കാണിക്കുന്നതെന്ന് ശബ്ദം ഉയർത്തി ചോദിക്കും. അപ്പം ആനന്ദ് പെട്ടെന്ന് കൈ പിൻവലിക്കും. ആനന്ദേട്ടൻ ദേവിയെടുത്ത് തല്ലാൻ തുടങ്ങുമായിരുന്നോ എന്ന് ചോദിക്കും. അപ്പൊ ദേവി പറയും, ഏയ് നിങ്ങൾ എന്തായി പറയുന്നത്? എന്റെ ആനന്ദേട്ടൻ എന്നെ തല്ലുകയോ? അത് ആനന്ദേട്ടന്റെ കൈ ഒന്ന് ഉളുക്കി അത് പൊക്കി കാണിച്ചതാ. എന്നോട് കൈ ഒന്ന് മസാജ് ചെയ്ത് തരാവോ എന്ന് ചോദിച്ചതാ. നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ എന്ന് പറയാം. അപ്പൊ ആനന്ദ് പറയും, അതെ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാ എന്നും പറഞ്ഞ് ആനന്ദ് പുറത്തേക്ക് ഇറങ്ങി പോകട്ടോ. മീനും മിത്രം കൂടി അടുത്ത് വന്നിട്ട് ചോദിക്കും, ഏടത്തി സത്യം പറയണം, ആനന്ദേട്ടനും ഏടത്തിക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മീനു വീണ്ടും ചോദിക്കും. ഏയ് ഒരു പ്രശ്നമില്ലെന്നേ, നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാ. എന്റെ ആനന്ദേട്ടൻ എന്നെ തല്ലുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മിത്ര പറയും, ഞങ്ങൾ കണ്ടതാണല്ലോ ആനന്ദേട്ടൻ ഏടത്തിക്ക് നേരെ കൈ ഓങ്ങി നിൽക്കുന്നത് എന്ന് ചോദിക്കുക. അത് നിങ്ങൾ കാര്യം ഞാൻ പറഞ്ഞില്ലേ, തല്ലാനൊന്നും വന്നതല്ല എന്ന് പറയണ. ഏടത്തി എന്തുണ്ടെങ്കിലും തുറന്നു പറയണം, മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഏടത്തിയുടെ സങ്കടം കൂടുകയേ ഉള്ളൂ എന്ന് പറയൂട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.